ഇന്ന് വിശുദ്ധ സഭ, മലങ്കര സഭ എൻ്റെ കാതോലിക്കാ ദിനം ആഘോഷിക്കുകയാണ്. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭ, അതിന് ജന്മാവകാശമായിരിക്കുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം. ആ ജന്മാവകാശമായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ആഗോളമായി അംഗീകരിക്കപ്പെട്ട ദിവസമാണ് കാതോലിക്കാ ദിനം എന്ന് പറയുന്നത്. പൗരസ്ത്യ ദേശത്ത് നിന്നുപോയ കാതോലിക്ക സ്ഥാപനം അത് മലങ്കര സഭയിൽ പുനഃസ്ഥാപിച്ചത് അബ്ദുൽ മിശിഹ പാത്രിക്കീസ് ബാവ 1912 സെപ്റ്റംബർ 15 ആ കാതോലിക്ക സ്ഥാപനത്തോടു കൂടിയാണ് മലങ്കര സഭയിലെ പ്രധാന മേലധ്യക്ഷന് ലോകത്തിലുള്ള എല്ലാ പ്രധാന മേലധ്യക്ഷന്മാരെയും പോലെയുള്ള സമമായിരിക്കുന്ന അധികാരവും അവകാശവും ഉണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഇത് മാർത്തോമാ ശ്ലീഹായിൽ നമുക്ക് കിട്ടുന്നതായ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. 19-ാം നൂറ്റാണ്ട് വരെ ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചിരുന്നതാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിലാണ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. അങ്ങനെ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതോടുകൂടെ അത് തിരിച്ചെടുക്കുവാൻ നമ്മൾ ഭദ്രസ്ഥരായി. പ്രധാനമായി പറഞ്ഞാൽ 1876 മുതലാണ് മലങ്കര സഭയുടെ മേൽ മലങ്കര മെത്രാപ്പോലീത്തായിക്കല്ല അന്ത്യോക്യൻ പാത്രിക്കീസിനാണ് അധികാരമെന്ന് സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ 1876 കഴിഞ്ഞിട്ട് ഏതാണ്ട് 36 വർഷം കഴിഞ്ഞപ്പോൾ 1912 ഈ അടിമയായിരിക്കുന്നതായ നുകമെടുത്ത് മാറ്റുവാനായിട്ട് അതേ അന്ത്യോക്യ സഭയിലെ പാത്രിക്കീസ് തന്നെ വന്ന് അത് സാധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മലങ്കര സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ 21-ാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുമ്പോൾ കേവലം 36 വർഷം മാത്രമേ മലങ്കര സഭ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട, ആത്മീയമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. ഭൗതികമായ സ്വാതന്ത്ര്യം അതിന് ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടില്ല. കാരണം 1889 റോയൽ കോർട്ട് വിധിയോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, മലങ്കര സഭയിലെ എല്ലാ അധികാരങ്ങളും, ഭൗതികമായ അധികാരങ്ങൾ മുഴുവനും മലങ്കര മെത്രാപ്പോലീത്തായിൽ നിക്ഷിപ്തമായ നാട്ടുമെത്രാനിൽ നിക്ഷിപ്തമാണ്. അന്നൊരു നാട്ടുമെത്രാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മലങ്കര സഭയുടെ ജനനം മുതൽ ഇന്ന് വരെയും മലങ്കര സഭ ഭൗതിക സ്വാതന്ത്ര്യത്തിന് ഒരു വിലങ്ങുതടിയും ആർക്കും വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആത്മീയമായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടി വെച്ചത് കേവലം 36 വർഷത്തിന് ശേഷം മാറ്റപ്പെടുകയുണ്ടായി. അതിൻ്റെ വലിയൊരു പ്രഖ്യാപനമാണ് 1912 അതാണ് മലങ്കര സഭ അഭിമാനമായി നിൽക്കുന്നത്. മലങ്കര സഭയുടെ ഏറ്റവും പേര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴെന്നും പറയുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുക. ഇന്ത്യ എന്നും സ്വതന്ത്രമാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ വന്ന് ഇന്ത്യയെ അധിപതി ആ സ്ഥാപനത്തിൻ്റെ മുകളിലാക്കി എന്നുള്ളത്, ഇന്ത്യയെ അവരെ അടിമത്വത്തിലാക്കി എന്നുള്ളതുകൊണ്ട് 16 നൂറ്റാണ്ട് വരെ പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ നിന്ന ഇന്ത്യയെ അതിനുശേഷം 1947 ആണ് അത്രയും കാലഘട്ടം അവർക്ക് അധീനതയിൽ വെക്കാൻ കഴിഞ്ഞു. പക്ഷേ 21 നൂറ്റാണ്ട് അല്ലെങ്കിൽ 20 നൂറ്റാണ്ട് ജീവിച്ചതായ ആ ഇന്ത്യക്ക് കേവലം 3-4 നൂറ്റാണ്ട് മാത്രമേ, കൃത്യമായി പറഞ്ഞാൽ 3.5 നൂറ്റാണ്ട് മാത്രമേ അടിമത്വത്തിൽ ജീവിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ 20 നൂറ്റാണ്ടിൽ 3 നൂറ്റാണ്ട് അടിമത്വത്തിലായി. മലങ്കര സഭ അതിൻ്റെ ആത്മീയമായ സ്വാതന്ത്ര്യം മാത്രം, ഭൗതിക സ്വാതന്ത്ര്യം ഒരിക്കലും നിഷേധിക്കപ്പെട്ടില്ല. ആത്മീയമായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട 36 വർഷം. അതിനുശേഷം മലങ്കര സഭ അതിനെന്നും ഉണ്ടായിരുന്നതായ ആത്മീയവും ലൗകികവുമായിരിക്കുന്ന അധികാരത്തിൻ്റെ പൂർണ്ണ സംയോജിപ്പില്ലത് സ്വാതന്ത്ര്യം ലോകമെല്ലാം അംഗീകരിച്ച ഒരനുഭവമാണ്. അന്നു മുതൽ ഇന്ന് വരെ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന് ആ അംഗീകരണം എല്ലാവരും നൽകുന്നു, ഇന്നും നൽകുന്നു. ഇന്നും എവിടെയും നമുക്ക് ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മെ അംഗീകരിക്കുന്നതും. മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷന് ലോകത്തിലുള്ള എല്ലാ സഭകളുടെയും പ്രധാന മേലധ്യക്ഷനെ പോലെ
പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന് പേര് വിളിക്കപ്പെടുവാൻ അർഹതയുള്ളൂ. വേറെ ആർക്കും അതിന് അർഹതയില്ല. അതാണ് സഭയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം, സ്വാതന്ത്ര്യത്തിൻ്റെ മകുടമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൽ അഭിമാനമുള്ളവരാകണം, അതിൽ കൂറുള്ളവരാകണം. അത് ആർക്കും അടിയറ വെക്കാതെ ജീവിക്കാനുള്ളതായ ധൈര്യം നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ പിതാക്കന്മാർ കാണിച്ചത്. വടശ്ശേരി തിരുമേനിയോ അല്ലെങ്കിൽ പുൽക്കോട്ടി തിരുമേനിയോ കൊച്ചി ബാബായോ അതുപോലുള്ള എല്ലാ കാതോലിക്ക ബാബാമാരും ഈ മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു. അതിന്നും അത് കാത്തു സൂക്ഷിക്കാൻ നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ സന്തതി വരെയും അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. മലങ്കര സഭയുടെ ഈ സുവർണ നിമിഷം അതെന്നോടും അഭിമാനമായി തീർക്കുവാനും അതിൽ അഭിമാനം കൊണ്ട് അത് ജീവിക്കാനുള്ളതായ ഭാഗ്യം നമുക്ക് ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.